ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കോളേജിലുള്ള ഡെയിലി വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ലേറ്റ് ആയിട്ടാണ് വെട്ടമൊക്കെ വരുന്നത്. ഇപ്പോൾ 7-7:30 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോളേജിൽ പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ തലേന്നത്തെ ഉപ്പുമാവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും 7:30 കഴിഞ്ഞായിരുന്നു. 7:40 ആ ടൈം, 7:50 ആയിട്ടും നല്ല വെട്ടം വന്നിട്ടില്ല. നല്ല ഇരുട്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ബസ്സും കിട്ടിയില്ല. ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങേണ്ട ഒറ്റ ബസ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 2 ബസ്സിൽ കയറിയൊക്കെയാണ് കോളേജിൽ പോയത്. അങ്ങനെ ഒരു ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ലാസ്റ്റ് നമുക്ക് ബസ് കിട്ടിയാൽ നമ്മൾ നടന്നാണ് കോളേജിലോട്ട് പോയത്. ഇങ്ങനെ ക്ലാസ്സിനൊക്കെ കയറി. ഫസ്റ്റ് അവർ നമുക്ക് ഹിസ്റ്റോളജി ഒക്കെ ആയിരുന്നു. അപ്പം വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല കണക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നല്ല മഴയുണ്ട്. മഴ മീൻസ് നല്ല മഴയായിരിക്കും, നല്ല തണുപ്പും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ കണക്കത്തെ മഴയല്ല. ഇങ്ങനെ ഡ്രോപ്സ് വീണോണ്ടിരിക്കും. നാട്ടിലെ കണക്ക് ഇങ്ങനെ വലുതായിട്ട് നമുക്ക് മഴ കാണാൻ പറ്റത്തില്ല. ഫുൾ മഴയാണ് ഗായ്സ് ഇവിടെ. തണുപ്പും ഉണ്ട്, മഴയും ഉണ്ട്. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴും നല്ല മഴയുണ്ട്. ഉച്ചയ്ക്കും രാത്രിയായിട്ട് ഈ മഴ നിന്നിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് മഴ നനഞ്ഞ് ചെറുതായിട്ട് പനിയൊക്കെ ആയിട്ടുണ്ട്. മൂക്കൊക്കെ അടച്ച്, അതാണ് എൻ്റെ സൗണ്ട് വ്യത്യാസം. അത് കഴിഞ്ഞ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് ചോറ് ഉണ്ടാക്കി കഴിച്ചു. ചോറ് നമ്മൾ രാവിലെ വെച്ചിട്ട് പോയായിരുന്നു. ചോറും പിന്നെ പയറും മത്തങ്ങയും കൂടെ ഉടച്ച് കറിയും മുട്ട ചിക്കനും പിന്നെ ഒരു ഉള്ളി ഉടച്ചതും പിന്നെ ബ്രിഞ്ചാൾ ഫ്രൈയും ആയിരുന്നു. നല്ല ടേസ്റ്റാണ്. ഈ കറി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. പാത്തുമാണ് എനിക്ക് ഈ കറി ഉണ്ടാക്കി തരുന്നത്. നല്ല ടേസ്റ്റ്, അവൾക്ക് നല്ല പൊളിയായിട്ട് ഈ കറി ഉണ്ടാക്കും. അങ്ങനെ അതൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു. ഈ കറിയുടെ റെസിപ്പി ആരെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ഈ കറിയുടെ റെസിപ്പി അവളുടെ അടുത്ത് പറഞ്ഞിടാം. അപ്പം അവളുടെ അടുത്ത് ഞാൻ ചോദിക്കാം. അപ്പം അവൾ പറഞ്ഞു തരുമല്ലോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിടാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാനൊരു ചായ ഇട്ട് കുടിച്ചിട്ടുണ്ട്. കാരണം മഴയൊക്കെ തന്നെ വന്നതുകൊണ്ട് കുറച്ച് ഇതാക്കാൻ വേണ്ടി. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടക്കൊരു ഇതിന് വേണ്ടിയാണ് അപ്പം തന്നെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചായിരുന്നു. നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായ പൊളിയല്ലേ. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ ഞാൻ കോൺ പുഴുങ്ങി കഴിച്ചാണ്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ ബൈ.